എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ സ്പെഷ്യൽ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ചാപ്റ്റർ വീതം നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നത് അവസാനത്തെ 4 ചാപ്റ്ററുകളാണ്. അതുകൊണ്ട് ആ 4 ചാപ്റ്ററുകളെ ഈ 2 ചാപ്റ്റേഴ്സ് വീതം ഡിവൈഡ് ചെയ്താണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ. അതിനുശേഷം റീസണിങ് എന്ന് പറയുന്ന നിഷ്പ്രയാസം മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ചാപ്റ്റർ, വളരെ നിസ്സാരമായി സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ചാപ്റ്റർ. ഈ 2 ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക. സോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കയറാം. ലിമിറ്റ്സിലെ ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലിമിറ്റ് എന്നുള്ളത് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ ആ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടത് 3 അല്ല, 3യേക്കാൾ തൊട്ട് മുൻപുള്ള വാല്യൂ, അതായത് 10 എന്ന വാല്യൂ, 3യേക്കാൾ തൊട്ട് മുൻപുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 3യോട് ഈക്വൽ ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷനിൽ വാല്യൂ കൊടുക്കുന്നതും ലിമിറ്റ് എന്ന് പറയുന്നതും ആക്ച്വലി സ്പീക്കിംഗ് രണ്ട് സെയിം അല്ല. ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇപ്പം f(3) എന്ന് പറയുമ്പോൾ f(x)ൽ f(3) എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 f(x) എന്ന് പറയുന്നതും ആക്ച്വലി രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. അപ്പോൾ എന്താണെന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. അതായത് 3യേക്കാൾ തൊട്ട് മുൻപുള്ള വാല്യൂവോ 3യേക്കാൾ തൊട്ട് ശേഷമുള്ള വാല്യൂവോ, ഈ 2 വാല്യൂ അപ്രോക്സിമേറ്റ്ലി 3ക്ക് ഈക്വൽ ആവും. തൊട്ട് മുൻപുള്ള വാല്യൂവിന് ലെഫ്റ്റ് ലിമിറ്റ് എന്നും തൊട്ട് ശേഷമുള്ള വാല്യൂവിന് റൈറ്റ് ലിമിറ്റ് എന്നും പറയും. ഈ 2 പോയിന്റിലും നമുക്ക് കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കും. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങൾ കൂടുതലൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ 3 കൊടുക്കണം എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, എക്സിന് 3 കൊടുക്കുമ്പോൾ എന്താണ് വരിക? ഇത് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, നിഷ്പ്രയാസം ആൻസർ ചെയ്യാൻ സാധിക്കും. എക്സിന് 3 കൊടുക്കുമ്പോൾ എന്താണ്? 3 + 3 = 6. ഓക്കെ, 1 മാർക്കിന് ചോദ്യമാണ് ഇതൊക്കെ. ഇവിടെ ലിമിറ്റ് r ടെൻസ് ടു 1 πr², റേഡിയസിന് 1 കൊടുത്താൽ മതി. π × 1² = π. സംശയമൊന്നുമില്ല, സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ax + b/cx + 1. ഇപ്പോൾ എക്സിന് ഞാൻ 0 കൊടുത്താൽ എന്ത് വരും? a × 0 + b/c × 0 + 1, അതായത് b/1 = b. ശരിയാണല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ ഈ ചോദ്യത്തിന് ട്വിസ്റ്റ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പ്രാവശ്യം പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/-2 + 1/2/-2 + 2. ഇത് നമുക്കൊരു 0/0 ഫോമാണ് കിട്ടുന്നത്. -1/2 + 1/2 0 കിട്ടും. താഴെ -2 + 2 0 കിട്ടും. 0/0 അല്ലെങ്കിൽ ∞/∞ ഇങ്ങനെയുള്ള ഫോംസിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് വിളിക്കും. ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്. ഈ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡിറ്റർമിനേറ്റ് ഫോം ഒഴിവാക്കി ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് വരാനായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യണം. അതൊരു പക്ഷേ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത് പറ്റുമായിരിക്കാം. അല്ലെങ്കിൽ ഒരു വളരെ പ്രശസ്തമായ റൂളുണ്ട്, എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയും. അത് സ്പെല്ലിംഗ് അനുസരിച്ച് പറയുന്നത് ലാപ്പിത്താൽ എന്നാണ്. അത് നിങ്ങൾക്ക് ശരിക്കും സിലബസ് അനുസരിച്ച് പഠിക്കാനില്ല. പക്ഷേ കീം എക്സാം, NDA എക്സാം, JEE എക്സാം പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് അത് തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. അപ്പം ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻസിലൂടെ ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ നിന്ന് ഒഴിവാകുന്ന ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ്. സോ അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ നോക്കാം. നിലവിൽ ലിമിറ്റ് കൊടുത്താൽ എനിക്ക് 0/0 ആയി പോകും. അപ്പോൾ ഞാൻ ന്യൂമറേറ്ററിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 ക്രോസ് ചെയ്യുമ്പം 2 + x/2x. ശരിയല്ലേ? 2 + x/2x എന്ന് വരും. താഴെ ആരുണ്ട്? x + 2 ഉണ്ട്. സോ x + 2 x + 2 ക്യാൻസൽ ചെയ്യാം. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 വരുത്തുന്ന ആളെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? 1/2 × x-ന്റെ പ്ലേസിൽ -2. ഉത്തരം എന്ത് കിട്ടും? -1/4.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം തീർച്ചയായിട്ടും നോക്കി വെക്കണം, പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ലിമിറ്റ്സിലെ തന്നെ ചോദ്യമാണ്. ലിമിറ്റ്സിലെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ആക്ച്വലി ലൈവ് സെഷനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. 1.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു ലൈവ് സെഷൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമ്മൾ ഓൾറെഡി എടുത്തു, +1 ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി തന്നെ. അതിനകത്ത് ലിമിറ്റ്സിലെ ഒരുപാട് അടിപൊളി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. അവിടെ ഇൻക്ലൂഡ് ചെയ്യാത്ത ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 3x by sin 4x. അപ്പോൾ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin തീറ്റ ബൈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1. ഈ ഒരു റിസൾട്ടിൻ്റെ സഹായത്തോടു കൂടി വേണം നമ്മളിത് സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 3x, ഞാനൊരു ബൈ 3x കൊടുക്കണം അല്ലേ? ഇവിടെ തീറ്റയാണ്, താഴെ തീറ്റ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഡിവൈഡഡ് ബൈ, അപ്പോൾ ചുമ്മാ ഒരു 3x കൊടുക്കാൻ പറ്റത്തില്ല. ആ 3xനെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു 3x കൊടുക്കണം. ശരിയല്ലേ? മാക്സിൻ്റെ കേസിൽ നമുക്ക് ചുമ്മാ ഒരാളെ കയറ്റി കൊടുക്കാൻ പറ്റത്തില്ല. ഒരാളെ കൊടുക്കുകയാണെങ്കിൽ അവനെ ബാലൻസ് ചെയ്യുന്ന ആളെയും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ശരിയല്ലേ? സോ ഡിവൈഡഡ് ബൈ ഒരു sin 4x ഉണ്ട്. എനിക്ക് sin 4x ബൈ 4x കൊണ്ടുവരണം. ശരിയല്ലേ? ഇവിടെ തീറ്റയാണ്, താഴെയും തീറ്റ കൊണ്ടുവരണം, എങ്കിലേ ഉത്തരം 1 ആക്കാൻ പറ്റുള്ളൂ. ഇൻറ്റു എന്താണ്? 4x. അപ്പോൾ ഈ ബൈ 4x ബാലൻസ് ചെയ്യാൻ ഒരു ഇൻറ്റു 4x. ഇനി ഞാൻ എക്സും എക്സും ക്യാൻസൽ ചെയ്യുകയാണ്. ഈ 3/4 ഞാൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തിടുകയാണ്. ഇനി ഞാൻ ഈ ലിമിറ്റ് മുകളിലും താഴെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം. അതായത് നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. ഈ രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. അതായത് ഈ ലിമിറ്റ് നമുക്ക് മുകളിലും താഴെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് ഞാൻ മുകളിലും താഴെ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 3x by 3x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 4x by 4x. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ തീറ്റയാണ്, ഇവിടെയും തീറ്റയാണ്, ഇവിടെയും തീറ്റയാണ്. ശരിയല്ലേ? ഇവിടെ 3x ആണ്. അപ്പോൾ ഇവിടെയും 3x വരണ്ടേന്ന് നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ 4x വരണ്ടേന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ x ടെൻസ് ടു 0 എന്ന് പറഞ്ഞാലും 4x ടെൻസ് ടു 0 എന്ന് പറഞ്ഞാലും സംഭവം സെയിം തന്നെയല്ലേ? കാരണം ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പുറത്ത് പോകുമ്പോൾ 0/4 0 ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ 2 പൊസിഷൻ മാത്രം നിങ്ങൾ ആക്ച്വലി അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചാൽ മതി. 3x ആണെങ്കിൽ ഇവിടെയും 3x ആയിരിക്കണം, ഇവിടെ 4x ആണെങ്കിൽ ഇവിടെയും 4x ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മുകളിലും താഴെയും പക്ക റിസൾട്ട് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ശരിയല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 3x by 3x എന്താണ്? 1. താഴെയും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 4x by 4x എന്താണ്? 1. സോ ആക്ച്വലി ദ ആൻസർ ഈസ് എന്താണ്? 3/4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ 3/4 നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ തീർച്ചയായും 2 സ്റ്റെപ്സ് എങ്കിലും കാണിക്കണം. ഫൈനൽ ആൻസർ വേണമെങ്കിൽ ചോദ്യം നോക്കി തന്നെ പറയാൻ സാധിക്കും. അതായത് ഇവിടെ കാണുന്ന 3 ഇവിടെ കാണുന്ന 4 ആയിരിക്കും. അത് എല്ലായ്പ്പോഴും അതേപോലെയാണ് വരിക. അതായത് ജനറലി ഒരു റിസൾട്ടായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin ax ഡിവൈഡഡ് ബൈ sin bx ഈക്വൽ ടു a/b എന്നൊക്കെ പറയാൻ സാധിക്കും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin ax ബൈ sin bx എന്താണ്? a/b. അതനുസരിച്ച് ഉത്തരം തീർച്ചയായും എന്തായിരിക്കും? 3/4 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 x³ മൈനസ് 2x² ബൈ x² മൈനസ് 5x പ്ലസ് 6. അപ്പോൾ നേരിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം, ഇൻഡിറ്റർമിനേറ്റ് ഫോം ഒഴിവാകുന്ന രീതി ആക്കിയതിന് ശേഷം മാത്രം, അതായത് ഇൻഡിറ്റർമിനേറ്റ് ഫോം വരാൻ കാരണക്കാരനാക്കുന്ന ടേംസ് ക്യാൻസലായി പോയതിന് ശേഷം മാത്രം ലിമിറ്റ് കൊടുക്കണം. സോ ഡയറക്ട്ലി കൊടുത്തു നോക്കാം. കൊടുക്കുമ്പോൾ എന്താണ് വരിക? 2³ 8 ആണ് വരിക, മൈനസ് 2 × 2². 2 × 2² 4, 2 × 4 8. 8 - 8 ന്യൂമറേറ്ററിൽ എന്ത് വരും? 0. ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോൾ എന്താണ് വരിക? 2² 4, 4 + 6 10, 2 × 5 10, 10 - 10 0. അപ്പോൾ മുകളിലും 0 താഴെയും 0. ഇപ്പോൾ ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുക്കുന്ന പരിപാടി നമുക്ക് നടക്കത്തില്ല. എന്തെങ്കിലും സിംപ്ലിഫിക്കേഷന് ശേഷം മാത്രമേ ലിമിറ്റ് കൊടുക്കാൻ പറ്റൂ. സോ ശ്രദ്ധിച്ചിരിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ന്യൂമറേറ്ററിൽ നിന്ന് ഞാനൊരു x² ഔട്ട്സൈഡ് എടുക്കുകയാണ്. x² ഔട്ട്സൈഡ് എടുത്താൽ എന്ത് വരും? x - 2. ശരിയല്ലേ? തിരിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x³ - 2x² നമുക്ക് തിരിച്ചു കിട്ടും.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡിനോമിനേറ്ററിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. സമ്മ് മൈനസ് 5 പ്രോഡക്റ്റ് 6 ശരിയല്ലേ? സമ്മ് -5 പ്രോഡക്റ്റ് 6. നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് -2 -3 ശരിയല്ലേ? -2 -3 ഗുണിച്ചാൽ +6 കിട്ടും. -2 -3 കൂട്ടിയാൽ -5 കിട്ടും. ഈ രണ്ട് സംഖ്യകൾ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ x-2 ഇൻറ്റു x-3 എന്ന് വരും. സോ അവിടെ നമുക്ക് x-2 ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് മുകളിലും താഴെയും 0 വരുത്തുന്ന ആളെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇനി ധൈര്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കൊടുക്കാം. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 ബാക്കി നിൽക്കുന്ന x²/x-3 ആണ്. ഇനി ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുത്ത് നമുക്ക് എഴുതാം. എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുത്താൽ 2²/2 - 3 4/-1 ഇസ് ഈക്വൽ ടു എന്താണ്? -4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ചോദിക്കാൻ സാധ്യത വളരെ കൂടിയ ചോദ്യങ്ങൾ. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 2 x⁵ -32/x-2. ശ്രദ്ധിക്കുക. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമ്മളൊരു റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ലിമിറ്റ് x ടെൻസ് ടു a x⁻n - a/n/x-a ഇസ് ഈക്വൽ ടു n ഇൻറ്റു a⁻n-1. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ചോദ്യത്തിലേക്ക് വരാം. ലിമിറ്റ് x ടെൻസ് ടു 2 x⁵ -32നെ എനിക്ക് 2⁵ എന്ന് എഴുതാം. ശരിയല്ലേ? 2⁵ ആണ് 32 ബൈ എന്താണ്? x-2. നമ്മുടെ പക്ക റിസൾട്ട് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ശരിയല്ലേ? ലിമിറ്റ് x ടെൻസ് ടു a x⁻n - a/n/x-a. എയുടെ പ്ലേസിൽ 2 കറക്റ്റാണ്. എല്ലായിടത്തും എയുടെ പ്ലേസിൽ 2 വരുന്നുണ്ട്. എന്നിൻ്റെ പ്ലേസിൽ 5. അപ്പോൾ പക്ക റിസൾട്ട് ഫോർമാറ്റ് ആണ്. അപ്പം n ഇൻറ്റു a⁻n-1 എന്ന് പറയുമ്പം 5 ഇൻറ്റു 2⁵5-1 ശരിയല്ലേ? സോ 5 ഇൻറ്റു 2⁵5-1 എന്താണ്? 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 5 ഇൻറ്റു 2⁴ എന്താണ്? 16. 6 30 0 ശിഷ്ടം 3 5 3 8 80. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പുറത്തെ ചോദ്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിമിറ്റ് x ടെൻസ് ടു 1 x⁻15 - 1/x⁻10 - 1. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 1 x⁻15 - 1 ബൈ നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ആര് വരണം? x-a വരണം. അതായത് x-1 താഴെ വരണം. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്? x⁻10 - 1 ഉണ്ട്. അവിടെയും റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ താഴെ x-1 വരണം. ശരിയല്ലേ? അപ്പോൾ ഈ സംഭവം ശരിക്കും ഇപ്പോൾ ബാലൻസ്ഡ് ആണ്. ഈ x-1ഉം x-1ഉം വെട്ടിപ്പോയാൽ തിരിച്ച് പഴയ ആളെ കിട്ടും. അപ്പോൾ ഞാൻ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ്ലി x-1 കൊണ്ട് ഹരിച്ചു. ഈ x-1 കട്ടായാൽ തിരിച്ച് പഴയ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ച് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി റിസൾട്ടിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണേ. ലിമിറ്റ് x ടെൻസ് ടു 1 x⁻15 1നെ എനിക്ക് വേണമെങ്കിൽ 1⁻15 എന്ന് എഴുതാം. കാരണം 1 എനിത്തിങ് ഈസ് 1 ഇറ്റ്സെൽഫ് ബൈ x-1. ഞാൻ മുമ്പേ പറഞ്ഞ അനുസരിച്ച് ലിമിറ്റ് മുകളിലും താഴെ സെപ്പറേറ്റ് കൊടുക്കാം. ശരിയല്ലേ? ലിമിറ്റ് x ടെൻസ് ടു 1 x⁻10 - 1നെ എനിക്ക് 1⁻10 എന്നിടാം. ശരിയാണല്ലോ? 1⁻10ഉം 1 തന്നെയാണ് ബൈ എന്താണ്? x-1. ഇനി നിങ്ങൾ നോക്കിയേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പക്ക റിസൾട്ട് ഫോമിൽ കിടക്കുന്നത്. ലിമിറ്റ് x ടെൻസ് ടു 1 x⁻n - a/n/x-a n ഇൻറ്റു a⁻n-1 15 ഇൻറ്റു 1⁻15 - 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും പക്ക റിസൾട്ട് ഫോം. ലിമിറ്റ് x ടെൻസ് ടു a x⁻n - a/n/x-a n ഇൻറ്റു a⁻n-1 10 ഇൻറ്റു 1⁻10 - 1. അപ്പം 15/10 കിട്ടും ഉത്തരം. ശരിയല്ലേ? 15/10 1⁻14 1⁻9 എന്ന് പറയുന്ന 1 തന്നെയാണ്. സോ ആക്ച്വലി ആൻസർ ഈസ് 15/10. നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. 3 5 15 5 10 3/2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് അടിപൊളിയായിട്ട് ഓർത്ത് വെക്കണം. ലിമിറ്റ് x ടെൻസ് ടു a x⁻n - a/n/x-a എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു a⁻n-1. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീസണിങ്ങിലെ ഒരു ചോദ്യമാണ്. റൈറ്റ് ദ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ്
of the compound statement. Number 3 is prime or it is odd. അപ്പോൾ നമ്പർ 3 എന്ന് പറയുന്നത് പ്രൈം ഓർ ഇറ്റ് ഈസ് ഓഡ്. അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റുകൾ എഴുതാനാണ് ചോദ്യം. ഓക്കെ, ഇതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാനാണ് ചോദ്യം. വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് റീസണിങ്ങിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? നെഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രാപോസിറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രഡിക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നായിരിക്കും പ്രധാനമായിട്ട് ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കുന്നത്. ഒരു നെഗേഷൻ എഴുതാനോ അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ വെച്ച് പ്രൂവ് ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ കോൺട്രാപോസിറ്റീവ് വെച്ച് പ്രൂവ് ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ കോൺവേഴ്സ് എഴുതാനോ അങ്ങനത്തെ ചോദ്യങ്ങളാണ് തീർച്ചയായും ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം. കാരണം 100% മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് തീർച്ചയായും ചെയ്യാം. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റുകൾ, രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ കോമ്പിനേഷനാണ്. കണക്റ്റിംഗ് വേർഡ് ഓർ ആണ്. സോ പി സച്ച് ദാറ്റ് നമ്പർ 3 ഈസ് പ്രൈം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഈസ് പ്രൈം. ഇതാണ് ആദ്യത്തെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് ക്യൂ സച്ച് ദാറ്റ് നമ്പർ 3 ഈസ് ഓഡ്. അപ്പോൾ കണക്റ്റിംഗ് വേർഡ് ഓർ ആയതുകൊണ്ട് നമ്പർ 3 ഈസ് പ്രൈം ആദ്യത്തെ, പിന്നെ നമ്പർ 3 ഈസ് ഓഡ് രണ്ടാമത്തെ. നമ്പർ 3 ഈസ് ഓഡ്. ഇപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ്. വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യം അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത ചോദ്യം ലിമിറ്റിലെ ചോദ്യമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഈസ് 0. ഷോ ദാറ്റ്. എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോ ദാറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഈസ് 0. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ്. നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ എന്താണ് വരിക? 1 മൈനസ് കോസ് 0. കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 0. 1 കോസ് 0 1, 1 മൈനസ് 1 ബൈ 0 എന്ന് വരും. ശരിയല്ലേ? ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുത്താൽ 1 മൈനസ് കോസ് 0 1 ആണ്. 1 മൈനസ് 1 ബൈ 0, 0 ബൈ 0 ഫോം, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയി പോകും. അപ്പം ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇൻഡിറ്റർമിനേറ്റ് ഫോം വരാൻ പാടില്ല. എനിക്ക് 0 ആണ് ആൻസർ കിട്ടേണ്ടത്. ശരിയല്ലേ? 0 ബൈ 0 എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അത് കിട്ടരുത്, 0 കിട്ടണം ആൻസർ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായും സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ്. ഹാഫ് ആംഗിൾ ഫോർമുല അനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1 മൈനസ് കോസ് എക്സ് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. ശരിയല്ലോ? അപ്പോൾ ഈ മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഇപ്പുറത്ത് എടുക്കുമ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് കോസ് 2x. എല്ലാ ആംഗിൾസിനെയും 2 കൊണ്ട് ഹരിക്കണം. ഹാഫ് ആംഗിൾ ഫോർമുല ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ആംഗിളുകളെയും 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എന്ത് വരും? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഈക്വൽ ടു 1 മൈനസ് കോസ് 2xനെ 2 കൊണ്ട് ഹരിച്ചാൽ എക്സ്. സോ 1 മൈനസ് കോസ് എക്സിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ബൈ എന്തുണ്ട്? എക്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന എക്സിനെ ഞാൻ താഴോട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും നോക്കാം. സൈൻ സ്ക്വയർ എക്സ് ബൈ 2വിനെ ഞാൻ സൈൻ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 എന്നിടുവാണ്. ബൈ ഒരു എക്സ് ഉണ്ടായിരുന്നു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത എക്സിനെയും കൂടെ ഞാൻ താഴോട്ട് എടുക്കും. അപ്പോൾ എന്താവും? എക്സ് ബൈ 2. അതായത് ഈ 2 റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ച് ഈ 2 തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ മുകളിൽ പോകും. ശരിയല്ലേ? അപ്പോൾ ആ മുകളിൽ കിടന്നതിനെ എനിക്ക് വേണം താഴോട്ട് എടുക്കാമല്ലോ. ശരിയല്ലേ? ഈ 2 തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ പോകും. മുകളിൽ കിടന്ന 2വിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ താഴോട്ട് കൊടുക്കാം. ശരിയല്ലേ? എന്തിനു വേണ്ടി എങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോർമാറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ. അപ്പോൾ ഈ രണ്ട് പൊസിഷൻസ് കണ്ടോ? ഈ രണ്ട് പൊസിഷൻസ് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ 1 ആയി പോകും. ഇനിയിപ്പോൾ ഞാൻ ലിമിറ്റ് രണ്ടുപേർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഈ രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. അപ്പോൾ ഇങ്ങനെ രണ്ടു പേർക്കും ഞാൻ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. ശരിയല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പേർക്കും, അപ്പോൾ ഇത് രണ്ടാമത്തെ ആൾ, ഇത് ആദ്യത്തെ ആൾ, ഈ രണ്ട് പേർക്ക് ഞാൻ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2 ബൈ എക്സ് ബൈ 2
ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ലിമിറ്റിൻ്റെ ഉത്തരം എന്താവും? നമ്മുടെ റിസൾട്ടാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ റിസൾട്ടാണ്. സോ ഈ ലിമിറ്റിൻ്റെ ഉത്തരം ഡയറക്ട്ലി 1 ആവും. ഇൻറ്റു ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ എക്സ് ബൈ 2, എക്സിന് 0 കൊടുത്താൽ 0 ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു സൈൻ 0 ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? 0. സൈൻ 0 എന്താണ്? 0. സംശയമുണ്ട് കാൽക്കുലേറ്റർ നോക്കണം കേട്ടോ. ഇതൊക്കെ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി. സോ 1 ഇൻറ്റു 0 എന്ത് വരും? ഉത്തരം 0. സോ അപ്പോൾ നമ്മൾ തെളിയിച്ച് കാണിച്ചു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സിൻ്റെ ഉത്തരം എന്താണ്? 0 ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 if x less than or equal to 0, 3 into x plus 1 if x greater than 0. നമുക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഫൈൻഡ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. സോ എക്സ് ടെൻസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണെന്നാണ് അർത്ഥം. ശരിയല്ലേ? എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണ്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ 1 എന്ന് പറയുന്നത് 0യേക്കാൾ കൂടുതലാണ്. ശരിയല്ലേ? അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? 3 ഇൻറ്റു എക്സ് പ്ലസ് 1. ശരിയല്ലേ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് ടെൻസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ശരിയല്ലേ? എക്സിൻ്റെ വില 0യേക്കാൾ കൂടുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. അവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു എക്സ് പ്ലസ് 1. ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഈ രണ്ട് ഫംഗ്ഷൻസിൽ ഏത് ഫംഗ്ഷനാണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് 1ലേക്ക് അടുക്കുന്നു. അപ്പോൾ തീർച്ചയായും എക്സ് ഗ്രേറ്റർ ദാൻ 0യിലുള്ള വാല്യൂ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഗ്രേറ്റർ ദാൻ 0 ആണ് 1 എന്ന് പറയുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? 3 ഇൻറ്റു 1 പ്ലസ് 1, 3 ഇൻറ്റു 2 6. ഓക്കെ, നെക്സ്റ്റ് ബി പാർട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ശ്രദ്ധിക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ 0യ്ക്ക് ഒരു പ്രശ്നമുണ്ട്. 0 ഇവിടെ പരാമർശിക്കുന്ന പോയിന്റാണ്. 0 എന്ന് പറയുന്നത് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആണ്. കാരണം 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ രണ്ട് സ്വഭാവം കാണിക്കും. ശരിയല്ലേ? ലെസ് ദാൻ 0യിൽ ഒരു സ്വഭാവം, ഗ്രേറ്റർ ദാൻ 0യിൽ മറ്റൊരു സ്വഭാവം, മറ്റൊരു ഫംഗ്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ കേസിലാണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുന്നത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിച്ച് ആ രണ്ട് ഉത്തരങ്ങളും തുല്യമാണെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം, ഫൈനലൈസ് ചെയ്യുന്ന ഉത്തരം. തുല്യമല്ലെങ്കിൽ ലിമിറ്റ് ഡസിൻറ്റ് എക്സിസ്റ്റ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ഇത് നൊട്ടേഷനാണ്. നമ്മൾ കൊടുക്കുന്ന 0 ആണെങ്കിലും 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കുറയുമ്പോഴുള്ള കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്നാണ് മീനിങ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 0. ശരിയല്ലേ? എക്സ് ലെസ് ദാൻ 0 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? 2x പ്ലസ് 3. അപ്പോൾ നമ്മൾ എഴുതുന്ന 0 മൈനസ് എന്നാണെങ്കിലും കൊടുക്കുന്ന എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 0 പ്ലസ് 3 ഈക്വൽ ടു 3 വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വേണമെങ്കിൽ 0 മൈനസ് എന്ന് കൊടുക്കണമെന്നില്ല. ഫസ്റ്റിലെ തന്നെ 0 മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന 0 ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ 0 തന്നെ ഇട്ടാൽ മതി. ഓക്കെ, 0 മൈനസ് എന്ന് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇനി റൈറ്റ് ലിമിറ്റ്. സോ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ആണ്. ഇത് LL ആണ്. LL എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ്. ഇനി നമ്മൾ RL കണ്ടുപിടിക്കണം. RL എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? 3 ഇൻറ്റു എക്സ് പ്ലസ് 1. 3 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ ഇനി എക്സിന് 0 കൊടുക്കാം. 3 ഇൻറ്റു 0 പ്ലസ് 1, 3 ഇൻറ്റു 1. ഉത്തരം എന്ത് കിട്ടി? 3 കിട്ടി. ശരിയല്ലോ? ഇനി നിങ്ങൾ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 3 ആയിരിക്കും. ശരിയല്ലേ? ഈ രണ്ട് ഉത്തരങ്ങൾ സെയിം ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ആ ഉത്തരം കൺഫേം ചെയ്യാം. സപ്പോസ് ഇത് സെയിം അല്ലെങ്കിൽ ലിമിറ്റ് ഡസിൻറ്റ് എക്സിസ്റ്റ് എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലെഫ്റ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു
0 പ്ലസ് എഫ് ഓഫ് എക്സ്. ശരിയാണല്ലോ. Therefore നമ്മുടെ ചോദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ കിട്ടിയ ഉത്തരങ്ങൾ തന്നെയായിരിക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താണ് 3. സോ ഇതാണ് ബി പാർട്ടിൻ്റെ ഉത്തരം. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം 3 ആണ്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 6. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് എഴുതി പഠിക്കേണ്ട ചോദ്യമാണ്. കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. സോ ഈ ചോദ്യം ആൻസർ ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 if x less than or equal to 1 and minus x square minus 1 if x greater than 1. Show that limit x tends to 1 f of x doesn't exist. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ 1 എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് ആണ്. ഫംഗ്ഷൻ രണ്ട് സ്വഭാവം കാണിക്കുന്ന പോയിന്റ് ആണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടെത്തണം. ഇവിടെ ഡസൻറ്റ് എക്സിസ്റ്റ് ആണെന്ന് ഷോ ചെയ്യേണ്ടതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എന്ന് തെളിയിച്ച് കാണിക്കണം. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എന്ന് തെളിയിച്ച് കാണിച്ചാൽ എന്താണെന്ന് പറയാം? ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് ആണെന്ന് പറയാം. സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആദ്യമേ നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, അതായത് എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 1 ആകുന്ന കേസ് അല്ലേ? എക്സ് ലെസ് ദാൻ 1 ആകുന്ന കേസ് ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് വരിക? 1 സ്ക്വയർ മൈനസ് 1, 1 മൈനസ് 1 0. ഓക്കെ, ഇനി റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആരാണ്? മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ശരിയല്ലേ? മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് 1 കൊടുത്താൽ മൈനസ് 1 മൈനസ് 1 ഉത്തരം എന്ത് കിട്ടും? -2. സോ 0 എന്ന് പറയുന്നത് എന്തിന് തുല്യമല്ല? -2ന് തുല്യമല്ല. 0 നോട്ട് ഈക്വൽ ടു -2. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. Therefore left limit not equal to right limit. Therefore limit doesn't exist. Limit doesn't എന്താണ്? exist. ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ടൈപ്പ് ചോദ്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. റീസണിങ് എന്ന് പറയുന്ന ചാപ്റ്റർ, മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ചോദ്യം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ ബോർഡിൽ കിടക്കുന്നത്. എസ്പെഷ്യലി ബി പാർട്ട്. യൂസിങ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ. അതായത് ഈ √3ക്ക് പകരം സംഖ്യകൾ മാറാം. √7 ആകാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും. അപ്പം മെത്തേഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഒരു ചോദ്യം 100% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് അവിടുന്ന് എപ്പോഴും ഒരു 3 മാർക്ക് ചോദ്യം. അപ്പോൾ അത് ഒരിക്കലും ഒഴിവാക്കരുത്. ശ്രദ്ധിച്ചിരിക്കുക. കൂട്ടത്തിൽ നെഗേഷനും കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും കമ്പോണന്റ് സ്റ്റേറ്റ്മെൻറ്റുകളും മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള ടോപ്പിക്സ് ഒക്കെ നോക്കണം. എങ്കിലും ഒരിക്കലും ഒഴിവാക്കാത്ത ടോപ്പിക്കാണ് എന്ത്? മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ശ്രദ്ധിക്കുക. സോ അപ്പോൾ നമുക്ക് എന്താണ് പരിപാടി നോക്കാം. സോ ചോദ്യത്തിൻ്റെ എ പാർട്ട് ഒരു മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എഴുതാൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ പി എന്നുള്ള പേരിട്ട് വിളിക്കും. പി സച്ച് ദാറ്റ് √3 ഈസ് ഇറാഷണൽ. √3 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതാണ് നൊട്ടേഷൻ. ഇതാണ് എന്തിൻ്റെ നൊട്ടേഷൻ? നെഗേഷൻ പി. നെഗേഷൻ പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് 2 രീതിയിൽ എഴുതാം. ഒന്ന്, നോട്ട് ചേർത്ത് എഴുതിയാൽ അത് നെഗേഷനായി. അതായത് √3 ഈസ് ഇറാഷണൽ എന്ന് പറയുമ്പോൾ √3 ഈസ് നോട്ട് ഇറാഷണൽ അങ്ങനെ എഴുതാം. രണ്ടാമതൊരു രീതി, ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. √3 ഇറാഷണൽ എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ √3 ഈസ് റാഷണൽ. ഇറാഷണലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റാഷണൽ. അങ്ങനെ 2 രീതിയിൽ എഴുതാം. ഞാൻ നോട്ട് ചേർത്ത് എഴുതുകയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാലും നോട്ട് ചേർത്ത് എഴുതിയാൽ എന്തായി? നെഗേഷനായി. അതായത് √3 ഈസ് നോട്ട് ഇറാഷണൽ. √3 ഈസ് എന്താണ്? നോട്ട് ഇറാഷണൽ. അപ്പോൾ നമ്മുടെ എ പാർട്ടിൻ്റെ ഉത്തരവായി. ഇനി ബി പാർട്ട്. യൂസിങ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. √3ക്ക് പകരം നമ്പറുകൾ മാറാം. √7 ആകാം. ഓക്കെ, ശ്രദ്ധിക്കുക. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്
assume that ഇതിൻ്റെ നെഗേഷൻ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അതായത് പി എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് √3 ഇറാഷണൽ ആണെന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് നെഗേഷൻ ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും നിസ്സാരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് സംഗതി എന്നുള്ളത്. ശ്രദ്ധിക്കുക, രാവിലെ നമ്മൾ സ്കൂളിൽ പോകാൻ റെഡിയായി. അപ്പോൾ നമ്മളൊരു ന്യൂസ് കേട്ടു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടു, ഇന്ന് ഹർത്താലാണ്, സ്കൂളുകൾക്കെല്ലാം അവധി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടു. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണം. അത് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് ഹർത്താൽ അല്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഞാൻ അസ്യൂം ചെയ്തു. എന്നിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളൊക്കെ അടഞ്ഞു കിടക്കുന്നു, ആരും വന്നിട്ടില്ല, ഇന്ന് ഹർത്താലാണ്. അപ്പോൾ ഇന്ന് ഹർത്താലാണെന്ന് മനസ്സിലായി. അപ്പം സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അസംഷൻ എന്തായിരുന്നു, തെറ്റായിരുന്നു. ഞാൻ അസ്യൂം ചെയ്ത് വെച്ച സാധനം തെറ്റായിരുന്നു. എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് ഹർത്താലാണ് എന്നുള്ളത്. ഇതാണ് കോൺട്രഡിക്ഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ അസ്യൂം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു വഴിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിധി വരെ എത്തുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയായി മാറുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ അസ്യൂം ദാറ്റ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ്, തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. നെഗേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. √3 ഈസ് നോട്ട് ഇറാഷണൽ. നോട്ട് ഇറാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റാഷണൽ. ശരിയല്ലേ? അസ്യൂം ദാറ്റ് √3 ഈസ് റാഷണൽ. അത് റാഷണൽ ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. റാഷണൽ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, √3 ഈസ് ഈക്വൽ ടു a/b എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? റാഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം √3 ഈക്വൽ ടു a/b. അവിടെ കണ്ടീഷൻ എന്താണ്, a ആൻഡ് b ആർ കോപ്രൈം. a ആൻഡ് b ആർ എന്താണ്, കോപ്രൈം. കോപ്രൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോ കോമൺ ഫാക്ടേഴ്സ്. അവർക്ക് തമ്മിൽ പൊതുവായിട്ടുള്ളൊരു ഫാക്ടർ ഇല്ല. കോപ്രൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നോ കോമൺ ഫാക്ടേഴ്സ് എന്നാണ് കോപ്രൈമിൻ്റെ മീനിങ്. ഓക്കെ, a ആൻഡ് b ആർ കോപ്രൈം, അതായത് നോ കോമൺ ഫാക്ടേഴ്സ്. ഓക്കെ, ഇത് ഇവിടെ എഴുതണം കേട്ടോ. ഇതൊക്കെ എഴുതുന്നതിനാണ് മാർഗം എഴുതുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും, a ഈസ് ഈക്വൽ ടു √3b കിട്ടും. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയർ ചെയ്യാണ്. ശ്രദ്ധിക്കണേ, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ് വരിക, a² ഇസ് ഈക്വൽ ടു √3യുടെ സ്ക്വയർ 3 ആവും, ബിയുടെ സ്ക്വയർ എന്താണ്, b². അപ്പോൾ a² ഈക്വൽ ടു എന്ത് കിട്ടും, 3b². അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു കാര്യം പറയാൻ പറ്റും, 3 ഡിവൈഡ്സ് a. 3 ഡിവൈഡ്സ് എന്താണ്, 3 ഡിവൈഡ്സ് a. ശ്രദ്ധിക്കുക, 3 ഡിവൈഡ്സ് a. ഇപ്പം a² ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ x² ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് y². ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് a ഡിവൈഡ്സ് x എന്നാണ്. a ഡിവൈഡ്സ് x. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതനുസരിച്ചാണ് എന്തെഴുതി ഞാൻ, 3 ഡിവൈഡ്സ് a എന്ന് എഴുതി. അതായത് a 3 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിനെ ഞാൻ c എന്ന് വിളിക്കുകയാണ്. a 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ഉത്തരത്തിനെ c എന്ന് വിളിക്കുകയാണ്. ഒരു കോൺസ്റ്റൻറ്റ് എന്നുള്ള മീനിങ്. അവിടുന്ന് a ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 3c. a ഈസ് ഈക്വൽ ടു എന്താണ്, 3c. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നുണ്ട്. a² ഈക്വൽ ടു 3b² ഞാൻ 1 എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ഈ ഇക്വേഷനെ ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാണ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ എന്താണ് വരിക, a² ഇസ് ഈക്വൽ ടു 3യുടെ സ്ക്വയർ എന്താവും, 9. സിയുടെ സ്ക്വയർ എന്താണ്, c². ശരിയല്ലേ? ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 2. ശ്രദ്ധിക്കുക, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നോക്കുക. ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. ശരിയല്ലേ? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ലെഫ്റ്റ് സൈഡുകൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഞാൻ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇക്വേറ്റിംഗ് 1 and 2. ഇക്വേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. റൈറ്റ് സൈഡുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തോരും, 3b² ഈക്വൽ ടു 9c². ശരിയല്ലേ? 3b² ഈക്വൽ ടു 9c². ഇവിടുന്ന് 3 9 കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. അവിടുന്ന് b² ഈക്വൽ ടു 3c² എന്ന് കിട്ടും. ശരിയല്ലേ? b² ഈക്വൽ ടു 3c². ഇതിൻ്റെ അർത്ഥം എന്താണ്, x² ഈക്വൽ ടു ay² എന്ന് പറഞ്ഞാൽ a ഡിവൈഡ്സ് x എന്നാണ് അർത്ഥം. അപ്പോൾ b² ഈക്വൽ ടു 3c² എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ്സ് b. 3 ഡിവൈഡ്സ് എന്താണ്, b. ശരിയാണല്ലോ? 3 ഡിവൈഡ്സ് b.
സോ 3 ഡിവൈഡ്സ് എയും കിട്ടി, 3 ഡിവൈഡ്സ് ബിയും കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഒരു സംഭവം മനസ്സിലായി, 3 ഈസ് എ കോമൺ ഫാക്ടർ ബിറ്റ്വീൻ എ ആൻഡ് ബി. 3 ഡിവൈഡ്സ് എയും കിട്ടി, 3 ഡിവൈഡ്സ് ബിയും കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? 3 ഈസ് എ കോമൺ ഫാക്ടർ ബിറ്റ്വീൻ എ ആൻഡ് ബി. ദാറ്റ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? എ ആൻഡ് ബി ആർ കോപ്രൈം ഓർ നോ കോമൺ ഫാക്ടേഴ്സ്. എ ആൻഡ് ബി ആർ നോ കോമൺ ഫാക്ടേഴ്സ്. അതായിരുന്നു നമ്മുടെ അസംഷൻ. ആ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്തു. എക്കും ബിക്കും 3 എന്ന കോമൺ ഫാക്ടർ കിട്ടി. ശരിയല്ലേ? സോ 3 ഈസ് എ കോമൺ ഫാക്ടർ. 3 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി. ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. ഇത് നമ്മുടെ അസംഷനെ എന്ത് ചെയ്യുന്നു? കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. ദെയർഫോർ അവർ അസംഷൻ ഈസ് റോങ്. നമ്മൾ അസ്യൂം ചെയ്ത് എന്താണ്? റോങ് ആണ്. അവർ അസംഷൻ ഈസ് എന്താണ്? റോങ്. ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ്. ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Therefore, root 3 is irrational. ഇതൊക്കെ എഴുതിയിടാൻ നല്ലതാണ് കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ എഴുതുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ഒന്നും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക കേട്ടോ. തീർച്ചയായും ഇതെല്ലാം എഴുതേണ്ട സ്റ്റെപ്പുകളാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോദ്യം 100% ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. എല്ലാ പ്രാവശ്യവും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. സോ അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഡെറിവേറ്റീവ്സിലെ ചോദ്യമാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ കോസ് എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയും നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഒരു 99.99% ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. സോ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നിലെ സൈൻ എക്സിൻ്റെ ആവാം, അല്ലെങ്കിൽ കോസ് എക്സിൻ്റെ ആവാം, അല്ലെങ്കിൽ ടാൻ എക്സിൻ്റെ ആവാം. മൂന്നും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ ആൻസർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആദ്യം തന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ദിസ് ഈസ് ദ ഇക്വേഷൻ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ശ്രദ്ധിക്കുക. ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ്. നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ എന്താണ്? കോസ് എക്സ്. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വേണം. എന്ത് വരും? കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എക്സ് മാറി എക്സ് പ്ലസ് എച്ച് ആകുമ്പോൾ റൈറ്റ് സൈഡിലും എക്സ് മാറി എക്സ് പ്ലസ് എച്ച് ആക്കി. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്? കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ആരാണ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ എന്തുണ്ട്? എച്ച്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ കോസ് എ മൈനസ് കോസ് ബി. ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ്? കോസ് എ മൈനസ് കോസ് ബി ഇസ് ഈക്വൽ ടു -2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. ഇതാണ് എന്തെന്ന് പറയുന്നത്? കോസ് എ മൈനസ് കോസ് ബിയുടെ സ്റ്റാൻഡേർഡ് ഫോർമുല. ക്ലിയർ? ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2. ശരിയല്ലേ? എക്സ് പ്ലസ് എച്ച് ആണ് എ, എക്സ് ആണ് ബി. ശരിയല്ലേ? ഈ എക്സ് ആണ് ബി. സോ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ ആര് കിടപ്പുണ്ട്? എച്ച് കിടപ്പുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു -2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തിടാം. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 സൈൻ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് എച്ച് ബൈ 2. സംശയം ഉണ്ടോ? എക്സും എക്സും കൂടെ കൂടെ
2x പ്ലസ് എച്ച് ബൈ എന്ത് കിടപ്പുണ്ട് 2. ഇവിടെ പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ, ശരിയല്ലേ, ഇൻറ്റു സൈൻ എച്ച് ബൈ 2. ഓക്കെ, ശ്രദ്ധിക്കുക, ഹോൾ ബൈ എന്ത് കിടപ്പുണ്ട്, ഹോൾ ബൈ എച്ച് കിടപ്പുണ്ട്. ആ ഹോൾ ബൈ എച്ചിനെ ഞാൻ ഈ സൈൻ എച്ച് ബൈ 2ൻ്റെ താഴെ മാത്രമായിട്ട് ഇടുക. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എങ്ങനെ വേണേലും ഡിവിഷൻ അറേഞ്ച് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ ഹോൾ ബൈ എച്ചിനെ ഞാൻ ഈ സൈൻ എച്ച് ബൈ 2ൻ്റെ മാത്രം ആയിട്ടിട്ടു, ശരിയല്ല. ഇപ്പം എ ഇൻറ്റു ബി ബൈ സി ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എ ഇൻറ്റു ബി ബൈ സി എന്നിടാമല്ലോ, രണ്ടും സെയിം തന്നെയല്ലേ. അപ്പം ഹോൾ ബൈ എച്ചിനെ ഞാൻ ഈ സൈനിൻ്റെ താഴെ മാത്രം ഇട്ടു. ഓക്കെ, എനിക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ 1 ആണെന്നറിയാം. അപ്പം ഈ രണ്ട് പൊസിഷൻ സെയിം ആണെങ്കിൽ മാത്രമേ എനിക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ. അപ്പോൾ ഇവിടെ എച്ച് ബൈ 2 ആണ്, അത് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ താഴെ ഈ എച്ച് ബൈ 2 കൊണ്ടുവരാനായിട്ട് ഞാനൊരു ബൈ 2 കൊടുക്കുന്നു. ഈ ബൈ 2വിനെ ബാലൻസ് ചെയ്യാൻ ഞാനൊരു ഇൻറ്റു 2 കൊടുക്കും. ഓക്കെ, ശ്രദ്ധിക്കണം, പലരും കാണിക്കുന്ന ഒരു അബദ്ധം ഈ ഇൻറ്റു 2 മുകളിൽ കൊണ്ട് കൊടുക്കും. ഓക്കെ, അത് പൊട്ടത്തെറ്റാണ്. ഈ സബ്ഫ്രാക്ഷൻ്റെ ഫ്രാക്ഷനിലെ ഫ്രാക്ഷൻ, സബ്ഫ്രാക്ഷനിലാണ് നമ്മൾ 2 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സബ്ഫ്രാക്ഷനിൽ തന്നെ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യാൻ ബാലൻസ് ചെയ്യാനുള്ള 2 കൊടുക്കണം. ഇനി നമുക്ക് രണ്ടുപേരെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ പുറത്ത് കിടക്കുന്ന 2ഉം ഇപ്പം ഞാൻ പുതിയതായിട്ട് എഴുതിയ 2ഉം കൂടെ എനിക്ക് ക്യാൻസൽ ചെയ്യാം, ശരിയല്ലേ. ഇനി ഈ ലിമിറ്റ് രണ്ടുപേർക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണെങ്കിൽ രണ്ടുപേർക്കും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്, ശരിയല്ലേ. സോ ഇപ്രകാരം രണ്ടുപേർക്കും സെപ്പറേറ്റ്ലി ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, സൈൻ 2x പ്ലസ് എച്ച് ബൈ 2 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2, ശരിയല്ലോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. വേണ്ട, ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ആൻസർ 1 ആയി മാറി. ഇതിൻ്റെ ആൻസർ എന്താണ്, 1. റിസൾട്ട് അനുസരിച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 എന്താണ്, 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ ലിമിറ്റ് കൊടുക്കാം, എച്ചിൻ്റെ പ്ലേസിൽ 0 കൊടുക്കാം, കാരണം എച്ച് ടെൻസ് ടു 0 ആണ്, എച്ച് കാണുന്നിടത്ത് 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും, സൈൻ 2x പ്ലസ് 0 ബൈ 2, ശരിയല്ലേ. സൈൻ 2x എച്ചിന് 0 കൊടുത്തു ബൈ 2, ക്ലിയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ 2x പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2x ബൈ 2, 2 ക്യാൻസൽ ആയാൽ എന്ത് കിട്ടും, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട റിസൾട്ട് കൂടിയാണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ തെളിയിച്ച് കാണിച്ചു. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ്, കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്, സീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. ഇത്രയും തീർച്ചയായും കാണാതെ പഠിച്ചു വെക്കണം. ആദ്യത്തെ 3 എണ്ണം തീർച്ചയായും ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡിറൈവ് ചെയ്യാനും 100% അറിഞ്ഞിരിക്കണം. സോ ഇപ്പോൾ കോസ് എക്സിൻ്റെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ടാൻ എക്സും കൂടെ ഇതേ ഫ്ലോയിൽ അങ്ങ് പഠിച്ചേക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ സഹായത്തോടു കൂടി ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തണം. സോ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, ടാൻ ഓഫ് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ എക്സ് പ്ലസ് എച്ച്, ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച്, ക്ലിയർ. ഫോർമുല അപ്ലൈ ചെയ്താൽ എന്ത് വരും, സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ആരാണ്, ടാൻ എക്സ് ബൈ എച്ച്. ഓക്കെ, സോ ഇവിടെ നിങ്ങളൊരു ഇക്വേഷൻ ടാൻ എ മൈനസ് ടാൻ ബി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. സൈൻ എ മൈനസ് സൈൻ ബി അറിയാം, സൈൻ എ പ്ലസ് സൈൻ ബി അറിയാം, കോസ് എ മൈനസ് കോസ് ബി അറിയാം, കോസ് എ പ്ലസ് കോസ് ബി അറിയാം. ടാൻ എ മൈനസ് ടാൻ ബി പഠിച്ചിട്ടില്ല. ടാൻ ഓഫ് എ മൈനസ് ബിയും ടാൻ ഓഫ് എ പ്ലസ് ബിയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ടാൻ എ മൈനസ് ടാൻ ബി, ടാൻ എ പ്ലസ് ടാൻ ബി എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ടാൻ വന്നു കഴിഞ്ഞാൽ സൈനിലും കോസിലും മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ശ്രദ്ധിക്കുക. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ ഹോൾ ബൈ എച്ചിനെ ഞാനൊരു 1 ബൈ എച്ച് ആയിട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തും, ഒരു 1 ബൈ എച്ച് ആയിട്ട് മാറ്റി നിർത്തും. എന്നിട്ട് ടാൻ എക്സ് പ്ലസ് എച്ചിനെ ഞാൻ ഇങ്ങനെ എഴുതും, സൈൻ എക്സ് പ്ലസ് എച്ച്
ബൈ കോസ് എക്സ് പ്ലസ് എച്ച്. നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ടാൻ തീറ്റ, ശരിയല്ലേ? സോ ഇവിടെ ടാൻ എക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതാം സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് എന്ത്? ടാൻ എക്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച്. ഇവിടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്, ശരിയല്ലേ? മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഇയാൾ നേരെ ഇങ്ങോട്ട് പോയി, ഇയാൾ നേരെ അങ്ങോട്ട് പോയി. ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, സംഭവം സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി ന്യൂമറേറ്റർ ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ. കണ്ടോ, ഈ എ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ എക്സ് പ്ലസ് എച്ച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൈൻ ബി എന്താണ് ഇക്വേഷൻ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്താണ്? സൈൻ ഓഫ് എ മൈനസ് ബി. സൈൻ ഓഫ് എ മൈനസ് ബിയുടെ എക്സ്പാൻഷനാണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. എല്ലാം ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന സംഭവങ്ങളാണ്. സോ എ എന്ന് പറയുന്ന ആരാണ്? എക്സ് പ്ലസ് എച്ച്. ബി എന്ന് പറയുന്ന ആരാണ്? എക്സ്, ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച് ഇൻറ്റു ന്യൂമറേറ്ററിൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബി. സൈൻ ഓഫ് എ എന്ന് പറയുന്ന ആരാണ്? എക്സ് പ്ലസ് എച്ച് മൈനസ് ബി എന്ന് പറയുന്ന ആരാണ്? എക്സ്. ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു ആരാണ്? കോസ് എക്സ്. ഹിയർ എനിക്ക് പ്ലസ് എക്സ് മൈനസ് എക്സ് വെട്ടിക്കളയാം, ശരിയല്ലേ? പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം, ശ്രദ്ധിച്ചിരിക്കുക. സോ ബാക്കി എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നല്ലോണം ശ്രദ്ധിക്കണം. ന്യൂമറേറ്ററിൽ ഒരു 1 ബൈ എച്ച് കിടപ്പുണ്ട്, 1 ബൈ എച്ച് കിടപ്പുണ്ട്. ബാക്കി ന്യൂമറേറ്ററിൽ ഇനി ആര് മാത്രമേ ഉള്ളൂ? സൈൻ എച്ച് മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? സൈൻ പ്ലസ് എക്സ് മൈനസ് പോയ ബാക്കി സൈൻ എച്ച് മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ എന്താണ്? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച്, ശരിയല്ലേ? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച്. കോസ് എക്സിനെ ആദ്യം എഴുതി, കോസ് എക്സ് പ്ലസ് എച്ചിനെ രണ്ടാമത് എഴുതി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഒരു വ്യത്യാസമില്ല. എ ഇൻറ്റു ബി ആണ്, ബി ഇൻറ്റു എന്ന് എഴുതാമല്ലോ, ശ്രദ്ധിക്കുക. ദെൻ ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് കണ്ടോ, സൈൻ എച്ച് ബൈ എച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഫോർമാറ്റിലാണ് അടങ്ങുന്നത്, ശരിയല്ലേ? അപ്പോൾ അവന്മാരെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യണം, അതിനുശേഷം ബാക്കി ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് അടുത്ത ആൾക്ക് കൊടുക്കുക. ഓക്കെ, സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇപ്പോൾ സൈൻ എച്ചും ബൈ എച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി മുകളിൽ 1 ഉള്ളൂ, താഴെ രണ്ട് ഇവന്മാരുണ്ട്, കോസ് എക്സും കോസ് എക്സ് പ്ലസ് എച്ചും, ശരിയല്ലയോ? സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്താവും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്. ഉത്തരം എന്താണ്? 1. റിസൾട്ടാണ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഫോർമാറ്റ്. ഇനി ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി എച്ചിന് അങ്ങ് 0 കൊടുക്കുകയാണ്, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഈ എച്ച് കാണുന്നിടത്ത് ഞാൻ എന്ത് കൊടുക്കും? 0 കൊടുക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ്. ഇവിടെ ശ്രദ്ധിക്കണേ, എക്സ് പ്ലസ് 0, എച്ചിന് 0, എച്ചിനാണ് കൊടുക്കുന്നത്, എക്സിന് ഏറെ കൊടുക്കില്ല കേട്ടോ, എച്ചിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. എച്ചിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് എക്സ് പ്ലസ് 0 എന്താണ്? കോസ് എക്സ് തന്നെ വരും, ശരിയല്ലേ? കോസ് എക്സ്. സോ 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണ്? കോസ് സ്ക്വയർ എക്സ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ്? 6 സ്ക്വയർ എക്സ്, ശരിയല്ലേ? 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ്? 6 സ്ക്വയർ എക്സ്. 1 ബൈ സൈൻ കൊസിക്ക്, 1 ബൈ കോസ് സീക്ക്, 1 ബൈ ടാൻ കോട്ട്, എല്ലാം കൃത്യമായി ഓർത്ത് വയ്ക്കണം. ഓക്കെ, സോ ഈ ഒരു ഡെറിവേഷൻ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. 100% എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ക്ലിയർ? സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫോളോയിങ്. നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുശേഷം ഒരു കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും കൂടെ ചെയ്ത് ഈ 2 ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, സോ പെട്ടെന്ന് നമുക്ക് ചെയ്തു വരാം. ശ്രദ്ധിക്കുക, ഈ റൂൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. പ്രോഡക്റ്റ് റൂൾ ഡിസ്കസ് ചെയ്തു, ക്വസ്റ്റ്യൻ റൂൾ ഡിസ്കസ് ചെയ്തു, എല്ലാം ലൈവ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ലൈവ് ക്ലാസ് വൃത്തിയായി കണ്ട ഒരാൾക്ക് തീർച്ചയായും ഈ ചോദ്യങ്ങളൊക്കെ നിഷ്പ്രയാസം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും.
ആദ്യത്തെ ചോദ്യം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, പ്രോഡക്റ്റ് റൂള്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ആരാണ്? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സെക്കൻഡ് കോസ് എക്സാ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈൻ എക്സ്. പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ആരാ? കോസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ആരാ? സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, പ്ലസ് സെക്കൻഡ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, സൈൻ സ്ക്വയർ എക്സ്, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്. സോ കോസ് സ്ക്വയർ എക്സ് ആദ്യം എഴുതാം, സൈൻ സ്ക്വയർ എക്സ് രണ്ടാമത് എഴുതാം. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 2x ആണ്. ഇവിടെ വരെ എഴുതിയിട്ടാലും മതി, സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാവുന്നവർ എഴുതിയാൽ വളരെ നല്ല കാര്യം. കോസ് 2xന് 4 എണ്ണം ഉണ്ടല്ലോ. കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അങ്ങനെ 4 സബ്സ്റ്റിറ്റ്യൂഷനിലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് കോസ് 2xൻ്റെ. അപ്പോൾ ഇവിടെ വരെ എഴുതി ഇതും കൂടെ എഴുതാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. അടുത്ത ബി പാർട്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് 5 ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് 4 ഇൻറ്റു കോസ് എക്സ്. സോ 5 മാറ്റി നിർത്തിയാൽ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് 4 ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ലൈവ് ക്ലാസ്. എല്ലാ ഡെറിവേറ്റീവ്സും നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ലൈവ് ക്ലാസ് ഒന്നും കൂടെ, അത് കാണാത്തവർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ കംപ്ലീറ്റ് ലൈവ് സെഷൻ എടുത്തിട്ടുണ്ട്, അതൊന്നുകൂടെ കണ്ടു നോക്കാം. സോ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് 4 ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. സോ എന്ത് വരും? 5 സീക്ക് എക്സ് ടാൻ എക്സ് മൈനസ് 4 സൈൻ എക്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സി പാർട്ട്, ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കോഷ്യൻ്റ് റൂള്. ശരിയല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ഫംഗ്ഷൻ, ഡിനോമിനേറ്റർ ഫംഗ്ഷൻ. കോഷ്യൻ്റ് റൂൾ യൂസ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എക്സ് പ്ലസ് 1 ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0, മൈനസ് ന്യൂമറേറ്റർ എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എക്സ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, എക്സ് റൈസ് ടു എന്നിൻ്റെത് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അതൊക്കെ നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്. ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ഡിനോമിനേറ്റർ എക്സ് ആണ്, എക്സിന് എന്ത് ചെയ്യണം? സ്ക്വയർ കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 പ്ലസ് 0 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആവും. ഉത്തരം എന്ത് കിട്ടും? മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. സോ അവസാനത്തെ ക്വസ്റ്റ്യൻ ഈ പാർട്ട്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 5 സൈൻ എക്സ് മൈനസ് 6 കോസ് എക്സ് പ്ലസ് 7. ഡെറിവേറ്റീവ് ഓഫ് 5 സൈൻ എക്സ് മൈനസ് 6 കോസ് എക്സ് പ്ലസ് 7. സോ ദിസ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് മൈനസ് 6 ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും, സൈൻ എക്സ്. 7ൻ്റെ ഡെറിവേറ്റീവ് 0, പ്ലസ് 7 എന്ന് എഴുതി വെക്കരുത്. 7 ഇസ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ഡി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്താണ്? 0. ഓക്കെ, സോ ആദ്യത്തെ 4 എണ്ണം അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? സോ അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. റൈറ്റ് കോൺവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എക്സ് ഈസ് പ്രൈം ദെൻ എക്സ് ഈസ് സോഡ്. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിരിക്കണേ. ഇഫ് എക്സ് ഈസ് പ്രൈം ദെൻ എക്സ് ഈസ് സോഡ് അല്ലേ? ഇഫ് പി ദെൻ ക്യൂ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇഫ്, ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. ഇഫ് ക്യൂ ആക്കണം ദെൻ പി ആക്കണം. ഓക്കെ, ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി ആക്കണം. ഇതാണ് ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ്. ഇത് സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. റൈറ്റ് കോൺവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എക്സ് ഈസ് പ്രൈം ദെൻ എക്സ് ഈസ് സോഡ്. സോ ആദ്യം നമുക്ക് കോൺവേഴ്സ് എഴുതാം. കോൺവേഴ്സ് ശ്രദ്ധിക്കണേ. ഇഫ് എക്സ് ഈസ് പ്രൈം ദെൻ എക്സ് ഈസ് സോഡ്. അപ്പം ഇഫ് ക്യൂ ആദ്യം എഴുതണം, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ് ഈസ് ഓഡ്. ദെൻ പി ആദ്യം എഴുതണം, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ് ഈസ് പ്രൈം.
എക്സ് ഈസ് പ്രൈം. ഇപ്പോൾ കോൺവേഴ്സായി. ഇനി കോൺട്രാപോസിറ്റീവ് ശ്രദ്ധിക്കണേ. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് നെഗേഷൻ ക്യൂ, അതായത് ഇവിടെ എഴുതിയ ക്യൂവിൻ്റെ നെഗേഷൻ കോൺവേഴ്സ് നോക്കി എഴുതാം. എക്സ് ഈസ് ഓഡ് എന്നുള്ളത് എക്സ് ഈസ് നോട്ട് ഓഡ് ആക്കണം, അതിൻ്റെ നെഗേഷൻ. ദെൻ നെഗേഷൻ പി, പി എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ഈസ് പ്രൈം, എക്സ് ഈസ് പ്രൈമിൻ്റെ നെഗേഷൻ എക്സ് ഈസ് നോട്ട് പ്രൈം, എക്സ് ഈസ് എന്താണ് നോട്ട് പ്രൈം. അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺട്രാപോസിറ്റീവ്. ഇഫ് എക്സ് ഈസ് നോട്ട് ഓഡ് ദെൻ എക്സ് ഈസ് നോട്ട് പ്രൈം. അപ്പോൾ കോൺവേഴ്സുമായി കോൺട്രാപോസിറ്റീവായി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായും എല്ലാം അടിപൊളിയായിട്ട് എഴുതി പഠിക്കുക തന്നെ വേണം. ഓക്കെ, സോ അവസാനത്തെ 2 ചാപ്റ്ററിലെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ സി.